പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, സന്തോഷത്തോടെ വീണ്ടും നമ്മൾ ഒരുമിച്ച് ദൈവവചന കേൾവിക്ക് ഒരുങ്ങുകയാണല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ. കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിന് നന്ദിയോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റുന്നു. എല്ലാ ദിവസവും നമുക്ക് വേണ്ട ദൈവാലോചനകളെ തന്ന് നമ്മെ ശക്തീകരിപ്പാൻ നമ്മുടെ ദൈവം പ്രാപ്തനായിരിക്കയാൽ പ്രാപ്തനായ ദൈവത്തെ സ്തുതിയും സ്തോത്രവും കൊണ്ട് മഹത്വം കരയറ്റിക്കൊണ്ട് ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള വേദഭാഗത്തേക്ക് കടക്കുകയാണ്. കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ എന്നുള്ള പ്രതീക്ഷയോടെ ഗലാത്യ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം: സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടാൽ ആത്മീകരായ നിങ്ങൾ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ, ഗലാത്യ ലേഖനം ഒരു തർജ്ജന ലേഖനമാണ്. തർജ്ജന ലേഖനം എന്നുദ്ദേശിച്ചത് ശാസനയുടെ രൂപത്തിൽ തെറ്റുകൾ തിരുത്താൻ വേണ്ടി ഈ സഭയെ ലക്ഷ്യമാക്കി എഴുതുന്ന ലേഖനമാണ്. അതിന് കാരണം പിന്നാമ്പുറത്ത് പല വിഷയങ്ങളുണ്ട്. അതും ഈ അല്പസമയ ചിന്തയിൽ വിശദീകരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോരോ കാര്യങ്ങൾ ഓരോ അധ്യായത്തിലും അവരെ ഗുണീകരിച്ച് ശാസിച്ച് നേരാവണ്ണമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് തെറ്റിദ്ധാരണകളെ മാറ്റി ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലേക്ക് ഗലാത്യ സഭകളെ കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മ നിയോഗിതനായി പൗലോസ് എഴുതുകയാണല്ലോ ഗലാത്യ ലേഖനം. അവസാന അധ്യായത്തിലേക്ക് എത്തുന്നു. 6-ാം അധ്യായം. 6-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ശുഭപ്രതീക്ഷയോടെയാണ് ഈ അധ്യായത്തിലേക്ക് കിടക്കുന്നത് തന്നെ. അതാണല്ലോ നമ്മൾ വായിച്ചത്. പൗലോസിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്: എത്ര തകർന്നാലും, എത്ര ഉടഞ്ഞു കിടന്നാലും, എത്ര സ്ഥാനം തെറ്റിക്കിടന്നാലും ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ പൗലോസ് വലിയ പ്രത്യാശയിലാണ്. എബ്രായ ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നതുമാണ് വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ എബ്രായ ലേഖനം ഇതിനേക്കാൾ കട്ടിയുള്ള തർജ്ജനമാണ്. പക്ഷെ അവിടെ പൗലോസ് പറയുന്നു, ഒരിക്കലും നന്നാവില്ലെന്ന് എനിക്കറിയാം, എങ്കിലും എനിക്ക് പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊരാശയത്തിലല്ല പൗലോസ് പറയുന്നത്. നമ്മളീ പലരും അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. നീ അതൊന്നും നന്നാവൂലടാ, പിന്നെ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് ഗുണം? പിന്നെ എന്തിനങ്ങനെ പറയുന്നത്? വഴക്കും ഉടക്കും ഉണ്ടാക്കാന്നല്ലേ ഉള്ളൂ. പൗലോസ് പറയേണ്ടതൊക്കെ പറയും. തെറ്റാന്ന് പറയും. നീ പോകുന്ന വഴി ശരിയല്ലെന്ന് പറയും. ഇതല്ല കറക്റ്റ് കാര്യം എന്ന് പറയും. നിങ്ങൾ ഒത്തിരി അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറയും. പക്ഷെ ഇത് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വിശ്വാസം ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിലും നിങ്ങൾ നന്നാവും, നിങ്ങൾക്ക് നല്ല കാലം വരും, നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾ രക്ഷയുടെ ആ മാധുര്യവും സന്തോഷവും അനുഭവിക്കുന്നവരാകും. ഈ വിശ്വാസത്തോടു കൂടെയാണ് ശാസിക്കുന്നത്. ഈ വിശ്വാസത്തോടു കൂടെയാണ് അവരെ തർജ്ജനം ചെയ്യുന്നത്. എന്നതുപോലെ 6-ാം അധ്യായം തുടങ്ങുന്നതേ ഒരു വലിയ പ്രതീക്ഷയിലാണ്. എന്താ പറയുന്നത്? ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോകുന്ന മനുഷ്യൻ ഈ ലോകത്തിലുണ്ട്. നിങ്ങളുടെ വീട്ടിലും കാണും. അകപ്പെട്ടു പോയി. ഇനിയിപ്പോൾ ആക്രി വിലയ്ക്ക് വിൽക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഉദരത്തിൽ പിറന്നൊരു കുഞ്ഞ് സ്വന്തം വിവേകത്തിലൂന്നി ചിലപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ശ്രദ്ധിക്കേണ്ട സമയത്ത് എല്ലാം കഴിഞ്ഞ് വലിയ പ്രശ്നത്തിലായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. നമ്മൾ വിചാരിച്ചു പാവം, ഞങ്ങളുടെ അമ്മച്ചിമാർ പറയുന്ന പോലെ പുഴുങ്ങിയ നെല്ലിന് വാ വിളിക്കാത്ത എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സൈലൻ്റായിട്ട് പൂച്ചയെപ്പോലെ പമ്മി നടന്ന കൊച്ച. എങ്ങനെയോ ഇത് അകപ്പെടുത്തുന്നൊരു ലോകമാണല്ലോ. കൊച്ചിൻ്റെ അഹങ്കാരം കൊണ്ടാണോ അതെയോ ഒന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും അകപ്പെടുത്തിയത് നിങ്ങളുടെ ജീവിത പങ്കാളിയോ ആരുമാകട്ടെ, സഭയിലൊരു വിശ്വാസിയോ ആരുമാകട്ടെ, തെറ്റിൽ അകപ്പെട്ടു. തെറ്റെന്തുമാകട്ടെ, ആ തെറ്റിലകപ്പെട്ട് കഴിയുമ്പോൾ പൗലോസ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് ആരെയാണെന്നറിയാമോ? തെറ്റിലകപ്പെട്ടവൻ. അയ്യോ, ഇനി അവൻ പോയി, ഇനി അവനെ സഭയെ കയറ്റണ്ട, അവനെ ഇനി വീട്ടിൽ കയറ്റണ്ട, ഇവനൊരുത്തൻ കാരണം നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിലകപ്പെട്ടവനെ, അവനെ മാത്രം നോക്കി തലേ കൈവച്ച് ഇവനൊരുത്തൻ എന്ന് പറഞ്ഞ് പ്രാഗി അങ്ങനെ തെറ്റിലകപ്പെട്ടവനെ അല്ല ലക്ഷ്യമാക്കിയത്.
അടുത്ത വാചകത്തിൽ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടാൽ ആത്മീകരായ നിങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, തെറ്റിലകപ്പെടുന്ന 1000 ആളുകൾ നമുക്ക് ചുറ്റും നമ്മളോട് ബന്ധപ്പെട്ടും നമ്മുടെ വീട്ടിലും നമ്മുടെ കൂട്ടായ്മയിലും ഒക്കെ ഉണ്ടായേക്കാം. അത് ഈ ലോക സഹജമാണ്. തെറ്റിലകപ്പെടുക, മനസാക്ഷി വഞ്ചിക്കാതെ ദൈവസന്നിധിയിൽ പറഞ്ഞാൽ തെറ്റിലകപ്പെടാതെ കറക്റ്റ് 100-ൽ 100 മാർക്കും മേടിച്ച് ഇതുവരെ എത്തിയാരുണ്ട്. തെറ്റിലൊക്കെ അകപ്പെട്ടു പോയ ഒരുപാട് സന്ദർഭമുണ്ട്. മഹാകാരുണ്യവാനായ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് പൗലോസ് പറഞ്ഞതുപോലെ പാപികളിൽ ഒന്നാമനായിരുന്നവനെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇത്രത്തോളമൊക്കെ കൊണ്ടുവന്നല്ലേ ഉള്ളൂ. അപ്പോൾ തെറ്റിലകപ്പെട്ടു പോയാൽ ആയിരക്കണക്കിന് ആളുകൾ തെറ്റിലകപ്പെടുന്നു. പക്ഷേ എല്ലാ കാലത്തും ആത്മീകരുണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. എല്ലാവരും അങ്ങ് കള്ളന്മാരും ചതിയന്മാരും അല്ലല്ലോ, ആത്മീകരുണ്ട്. ഇന്നിത് കേൾക്കുമ്പോൾ നാം നമ്മെ തന്നെ വിലയിരുത്തുക. എപ്പോഴും തെറ്റിലകപ്പെട്ട് വീണ് ആരുടെങ്കിലും വഴക്ക് കേട്ട് പ്രാഗൽഭ്യം നഷ്ടപ്പെട്ട് അങ്ങനെ പോകുന്ന ഒരാളായിട്ട് ജീവിതം തുടരാതെ, ഈ വാക്യത്തിൽ 2 കൂട്ടരാണ്: തെറ്റിലകപ്പെടുന്ന മനുഷ്യനും തൊട്ടിപ്പുറേ ആത്മീകരായ മനുഷ്യരും. പ്രിയരെ, ആത്മീകരെന്ന് പറയുന്നത് ഏതെങ്കിലും സഭയുടെ അടിസ്ഥാനത്തിലോ ഇന്ന കൂട്ടരോ ഒന്നുമല്ല. ഉപദേശപരമായിട്ട് ഈ കാര്യങ്ങൾക്കെല്ലാം വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ആത്മീകർ എന്ന് പറയുന്നത് അവനവൻ്റെ ആത്മീക സ്റ്റാൻഡേർഡ് സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. അതിപ്പോൾ ഇന്ന സഭയ്ക്കകത്ത് വന്നിട്ടും ആത്മീകൻ പോയിട്ട് ജഡീകനേക്കാൾ അപ്പുറം മൃഗീയനായി ജീവിക്കുന്ന ആൾക്കാരില്ലേ? ആര് പറഞ്ഞാലും ഒതുങ്ങാത്തവർ, എത്ര പറഞ്ഞാലും വിശ്വസിക്കാത്തവർ, ഒരു മനസാക്ഷിയില്ലാത്തവർ. ആത്മീകർ അവരാരാന്ന് പഠിക്കണം കേട്ടോ. ഒരുവൻ ആത്മീകനാകാൻ എന്താണ് അവൻ്റെ ലക്ഷണം? ആത്മീകനാകാൻ എന്താ ഗുണം? ഡോക്ടർ, എൻജിനീയർ, അല്ലെങ്കിൽ PhD കാരൻ, CA കാരൻ എന്നൊക്കെ പറയുന്നത് ചുമ്മാ ആയില്ലല്ലോ. നിങ്ങൾ CA കാരനാകാൻ, നിങ്ങൾ ഡോക്ടറാകാൻ നിങ്ങൾ എന്തോരം കാര്യങ്ങൾ ചെയ്തു. അങ്ങ് ചുമ്മാ അങ്ങ് ജനിച്ചാൽ ആത്മീകനാകുമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കല്ലേ. ഡോക്ടറാകാനും എൻജിനീയറാകാനൊക്കെ നിങ്ങൾ ഒരുപാട് വില കൊടുത്തെങ്കിൽ ആത്മീകനാകാനും വില കൊടുക്കണം. ചുമ്മാ ഒത്താൽ പള്ളിയിൽ പോകുന്നവൻ ആത്മീകനാവും. വേദപുസ്തകം കൈകൊണ്ട് തൊടാതെ വല്ലപ്പോഴും ഒന്ന് ദുഃഖവെള്ളിയാഴ്ച മാത്രം വേദപുസ്തകം കയ്യിലെടുക്കുന്നവൻ ആത്മീകനാവും. ആത്മീകനാകാനും വില കൊടുക്കണം. പക്ഷെ ആത്മീകനായാലുള്ള ഗുണം ഞാൻ പറയാം. ആത്മീകനായാൽ നിങ്ങൾക്കൊരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തിൽ ചെയ്യാൻ പറ്റും. വേദപുസ്തകം ഉറപ്പ് തരുന്നു. ലോകജ്ഞാനികൾക്കും ബുദ്ധിമാന്മാർക്കും സമ്പന്നന്മാർക്കും അധികായന്മാർക്കും അധികാരികൾക്കും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ആത്മീകരായവർക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, തെറ്റിലകപ്പെട്ടവനെ ഇവിടെ ക്രൂശിക്കുന്നില്ല, ആത്മീകരെ ഉത്തരവാദിത്തപ്പെടുത്തുകയാണ്. ഇന്നത്തെ ആത്മീക ചിന്തയിൽ പരിശുദ്ധാത്മാവും അത് തന്നെ ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ ഭർത്താവ് തെറ്റിലകപ്പെടുക, എന്നിട്ട് ആത്മീകരോട് പറഞ്ഞിരിക്കുന്നത് അവരെ യഥാസ്ഥാനപ്പെടുത്തുക എന്ന വാക്കാണ്. നിങ്ങൾക്കവരെ യഥാസ്ഥാനപ്പെടുത്താൻ കഴിയും. യഥാസ്ഥാനപ്പെടുത്തുക എന്ന വാക്ക് ബൈബിളിലെ ഒരു പ്രത്യേക വാക്കാണ്, അനുഗ്രഹിക്കപ്പെട്ട വാക്കാണ്. ആ വാക്കിന് കുറേ അർത്ഥങ്ങളുണ്ട്. വേദപുസ്തകത്തിൻ്റെ ഒറിജിനൽ ഭാഷയിൽ കാറ്റാർട്ടിസോ എന്ന് പറയുന്നൊരു വാക്കാണ്. ആ വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. KSRTC ബസ് സ്റ്റാൻഡിലൊക്കെ പണ്ട് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു ഒരു വണ്ടിയുണ്ട്. അത് വർക്ക്ഷോപ്പ് വാൻ എന്നൊക്കെ എൻ്റെ മുമ്പിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇടിവണ്ടി എന്നൊക്കെ നാട്ടുകാർ വിളിക്കുമായിരുന്നു പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത്. ആ വണ്ടിയിൽ ആൾ കയറുന്നതല്ല. ആ വണ്ടിയുടെ പരിപാടി ഏതെങ്കിലും നല്ല സുന്ദരിയായ സൂപ്പർ ഫാസ്റ്റ് ഓടുന്നതിനിടയിൽ വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയാൽ ഈ വണ്ടി വരും. ഈ വണ്ടി വന്നിട്ട് അത് ഓടിക്കാൻ പറ്റും. പറ്റിയില്ലെങ്കിൽ ഈ വണ്ടിയെ കെട്ടി വലിച്ച് ഗ്യാരേജിൽ കൊണ്ടുവരും. അപ്പോൾ റോട്ടിൽ പെട്ടുപോയ വണ്ടിയെ, ബ്രേക്ക് ഡൗൺ ആയ വണ്ടിയെ, അതിനെ കൊണ്ടുവന്ന് ഒരു മെക്കാനിക്കിൻ്റെ മുമ്പിൽ, ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടെത്തിക്കുന്ന പണിയാണ് ഞാനീ പറഞ്ഞ. വലിയ ഭംഗിയൊന്നുമില്ല. ആ വണ്ടി വലിയ സുന്ദരിയായ വണ്ടിയൊന്നുമല്ല, കരിയും പറ്റി മുഷിഞ്ഞിരിക്കുന്ന വണ്ടിയാണ്. പക്ഷെ ആ വണ്ടിക്കുടെ പണി കെട്ടി വലിച്ച്
നന്നാക്കുന്നവൻ്റെ അടുക്കൽ കൊണ്ടെത്തിക്കുക, ഗ്യാരേജിൽ കൊണ്ടെത്തിക്കുക. ഇത് തന്നെ ആത്മീകനും ചെയ്യാൻ പറ്റും. നമുക്കൊരുത്തനെ എവിടെയെങ്കിലും അകപ്പെട്ടു പോയാൽ അവനെ തമ്പുരാൻ്റെ മുമ്പിൽ ദൈവസഭയ്ക്കകത്ത് കൊണ്ടെത്തിക്കാൻ പറ്റും. നമ്മൾ നോക്കാത്തതുകൊണ്ടാണ്. അപ്പം ദൈവത്തിൻ്റെ പദ്ധതി, നിങ്ങൾ ആത്മീകരാകുക. നിങ്ങൾ ആത്മീകരാണോ എന്നെങ്ങനെ അറിയാം? അത് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാവും. നിങ്ങൾ ഭയങ്കര തുള്ളുന്നത് കൊണ്ടും ഒച്ചപ്പാടുണ്ടാക്കുന്നതുകൊണ്ടും നിങ്ങൾ ആരോടും മിണ്ടാതെ എന്നും ഉപവാസം എന്ന് പറഞ്ഞ് ആരുടെയും കൂടെ ഇരുന്ന് കഴിക്കത്തുമില്ല, ഒരു കാര്യമോട്ട് ചെയ്യത്തില്ല. അങ്ങനെ നടക്കുന്നതുകൊണ്ടല്ല. തെറ്റിലകപ്പെട്ട നിങ്ങളുടെ പ്രിയപ്പെട്ടവനെ നിങ്ങൾക്ക് യഥാസ്ഥാനപ്പെടുത്താൻ പറ്റിയോ? പറ്റുമെന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ അത് നടക്കത്തില്ലെന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? ആത്മീകൻ ഒരാകർഷണ വസ്തുവാണ്. ആത്മീകൻ്റെ കൂടെ ആൾ വരുമെന്ന്, ആത്മീകൻ പറഞ്ഞാൽ നടക്കുമെന്ന്, ആത്മീകൻ്റെ കൂടെ ദൈവമുണ്ടെന്ന്. ഞാൻ ഈ പറയുന്നത് കാത് തുറന്നല്ല, കണ്ണ് തുറന്ന് കേൾക്ക്. ആത്മീകനായാൽ നിങ്ങളുടെ കൊച്ചുങ്ങളെ നിങ്ങൾക്ക് അകപ്പെട്ടടത്തുനിന്ന് തിരിച്ചു പിടിക്കാൻ പറ്റും. നിങ്ങളുടെ പ്രിയപ്പെട്ടവനെ കുറ്റം പറയാതെ നിങ്ങൾ ആത്മീകരാകുക. ആത്മീകരായാൽ യഥാസ്ഥാനപ്പെടുത്താൻ പറ്റും. ഒരു വലിയ ദൗത്യം നമുക്കുണ്ട്. ആത്മീകരാകാൻ പറ്റുമോ? വീണ്ടും വീണ്ടും ഞാൻ ചോദിക്കുന്നു. കുറേ കൂടി അങ്ങ് ഉപവസിക്കാൻ പറ്റുമെന്നല്ല. ഒരു 100 ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ കൊച്ചിങ്ങനെ പോയി, എൻ്റെ കെട്ടിയോൻ ഇങ്ങനെ പോയി, എൻ്റെ ഭാര്യ അങ്ങനെയായി എന്ന് പറയുന്നതിൽ തെറ്റില്ല, പറയുകയോ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ആത്മീകനാകാൻ പറ്റുമോ? ആത്മീകയാകാൻ പറ്റുമോ? ഈ വാക്ക് ചലഞ്ചായിട്ട് എടുക്കാൻ പറ്റുമോ? നിങ്ങൾ ദൈവമായിട്ട് നിരന്തര സമ്പർക്കത്തിലെത്താൻ പറ്റുമോ? അവരാണ് ആത്മീകർ. അവർക്ക് പറ്റും ഇവിടെ ചിലരെ മടക്കി വരുത്താൻ, ചിലരെ നേരെയാക്കാൻ, ചിലർ വശീകരിച്ച് വക്രിച്ച് കൊണ്ടുപോയ ചിലരെ തിരിച്ചു പിടിക്കാൻ. വലയ്ക്കകത്ത് കുടുക്കിക്കളഞ്ഞാൽ പിള്ളേരെ തിരിച്ച് ദൈവ പൈതലാക്കി കൊണ്ടുവരാൻ ആത്മീകരാകുക. ചുമ്മാ ഞാനൊരു വാക്കുപയോഗിക്കുക, തെറ്റിദ്ധരിച്ചാലും വേണ്ടില്ല. വെറുതെ ബളബള പറഞ്ഞ് സമയം കളഞ്ഞ് വെറുതെ നമ്മൾ ആത്മീകരാകാതെ എല്ലാവരെയും കുറ്റം പറഞ്ഞ്, വിഷാദിനെയും കുറ്റം പറഞ്ഞ്, പൗലോസിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വേദപുസ്തകത്തിൻ്റെയും ആത്മാർത്ഥത മനസ്സിലാക്കിയിട്ട് ആത്മീകരായാൽ എനിക്ക് നേടേണ്ടതിനെ നേടി എൻ്റെ പ്രിയപ്പെട്ടവരെ യഥാസ്ഥാനപ്പെടുത്താൻ പറ്റുമെന്നുള്ള ചലഞ്ച് ഇന്ന് ഏറ്റെടുക്കുക. എന്നിട്ട് ദൈവത്തോട് പറ, എന്നെ ആത്മീകനാക്ക്, എനിക്ക് പറ്റുമപ്പാ എന്ന് വിശ്വസിക്കുക. ഇനി ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നെയും ഇത് കേൾക്കുന്നവരെയും ആത്മീകരാക്കണേ. പരിശുദ്ധാത്മാവേ, അങ്ങനെയാണെങ്കിൽ ഒത്തിരി പേരെ ഞങ്ങൾക്ക് യഥാസ്ഥാനപ്പെടുത്താൻ പറ്റും. ഞങ്ങളുടെ ദൗത്യം അതാ. കർത്താവ് അത് ചെയ്യണേ. അകപ്പെട്ടു പോയ ഒത്തിരി പേരുണ്ട്. ഞങ്ങളുടെയൊക്കെ കൂടെ ഞങ്ങളുടെ രക്തബന്ധങ്ങൾ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, അവരെല്ലാം യഥാസ്ഥാനപ്പെടുത്താൻ ആത്മീകർക്കേ പറ്റൂ. ഞങ്ങളെ ആത്മീകരാക്കണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.